തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളം ഉയർത്തി 7 ജില്ലകളിൽ കൊട്ടിക്കലാശം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ് ഡിസംബർ 9 വിധിയെഴുതുന്നത്. 36,000-ലധികം സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടും. 1.5 കോടിയോളം വോട്ടർമാർ വിധിയെഴുതും. മേളവും ഫ്ലോട്ടുകളും നൃത്തവുമായി ജില്ലകളിലെ കലാശക്കൊട്ട് ആവേശകരമായി. വീറും വാശിയും ചോരാതെ 1 മാസത്തോളം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പര്യവസാനം കുറിച്ചുള്ള കലാശ പോരാട്ടം. ആളും അർത്ഥവും പരമാവധി ഇറക്കി മുന്നണികൾ കരുത്ത് തെളിയിച്ചു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് കലാശക്കൊട്ട് മത്സരാവേശത്തിന്റെ നേർക്കാഴ്ചയായി. മേളവും നൃത്തവും സ്ഥാനാർത്ഥിയുടെ ചിത്രമുള്ള ടീഷർട്ടുകളും ബലൂണുകളും അങ്ങനെ കഴിയാവുന്ന പ്രചാരണ സാമഗ്രികൾ എല്ലാം അണിനിരത്തി LDFും UDFും. NDA ഒരു പടി കൂടി കടന്ന് സ്ഥാനാർത്ഥികളെ ക്രെയിനിൽ ഉയർത്തി. ആവേശം വാനോളം. എറണാകുളം ജില്ലയിൽ ഇക്കുറി ജീവൻ മരണ പോരാട്ടമാണ്. കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ LDFും തിരിച്ചുപിടിക്കാൻ UDFും കടുത്ത പോരാട്ടത്തിൽ. ഇക്കുറി നിലമെച്ചപ്പെടുത്താൻ NDAയും കളത്തിലുണ്ട്. ആർത്തിരമ്പിയ കലാശക്കൊട്ടിലും വിട്ടുകൊടുക്കാതെ മുന്നണികൾ. തൃക്കാക്കരയും കളമശ്ശേരിയും ഉൾപ്പെടെ ഇത്തവണ തീപാറും പോരാട്ടം. ആ ആവേശം ഒട്ടും ചോരാതെ മുന്നണികളുടെ റോഡ് ഷോയും ശക്തി പ്രകടനങ്ങളും. കൈമെയ് മറന്ന് പ്രവർത്തകർ അവസാന നിമിഷത്തിൽ പ്രചാരണത്തിൽ അണിനിരുന്നു. കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും വിവിധയിടങ്ങളിൽ ചെറു സംഘങ്ങളായി കൊട്ടിക്കലാശം. പത്തനംതിട്ടയിൽ അവസാന നിമിഷത്തിൽ പരമാവധി വീട് കയറി പ്രചാരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ആലപ്പുഴയുടെ തെരുവുകളിൽ മറ്റൊരു പോരാട്ടത്തിന്റെ ആവേശം ഓളം തല്ലി. മുന്നണികൾ കൊട്ടിക്കയറി. 1 ഇഞ്ച് വിട്ടുകൊടുക്കാൻ മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ച് മുദ്രാവാക്യവുമായി കുട്ടികളും രക്ഷിതാക്കൾക്കൊപ്പം അണിചേർന്നു. കോട്ടയത്ത് നാടിനെ ഒന്നാകെ ഇളക്കിമറിച്ച് പ്രചരണത്തിന്റെ അവസാന മണിക്കൂർ കളറായി. പുതുപ്പള്ളി പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇക്കുറി ഇടതു വലത് മുന്നണികളുടെ അഭിമാന പോരാട്ടമാണ് നടക്കുന്നത്. ഇടുക്കിയിൽ കട്ടപ്പനയിലും മൂന്നാറിലും നെടുങ്കണ്ടം ടൗണിലും ഇടതു വലത് NDA മുന്നണികളുടെ ശക്തി പ്രകടനങ്ങൾ നടന്നു. ചെറുസംഘങ്ങൾ ഒഴുകിയെത്തി ജനസാഗരമായി മാറിയ കൊട്ടിക്കലാശം. പ്രായഭേദമന്യേ ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കി ജനങ്ങൾ. 2 ഘട്ടമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ 36,630 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 1.32 കോടി വോട്ടർമാർ ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യും. ഡിസംബർ 9 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ രാവിലെ 9 മണി മുതൽ ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തദ്ദേശ പോരാട്ടം മുന്നണികൾക്കുള്ള ടെസ്റ്റ് ഡോസ് കൂടിയാണ്. ഇക്കുറി തദ്ദേശ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.